ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന പൊതുവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ യൂണിറ്റ് 3യുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയായി പിക്ചർ ഡിസ്ക്രിപ്ഷൻ നൽകാവുന്നതാണ്. അതിനോടൊപ്പം കുട്ടികൾക്ക് അഡീഷണൽ ആക്ടിവിറ്റി ആയിട്ട് നൽകാൻ പറ്റുന്ന ഒരു പ്രവർത്തനം, ഈ ചിത്രം ഇതുപോലെ തന്നെ വരയ്ക്കുകയോ, അപ്പോൾ അത് വാട്ടർ കളർ ആവാം, ക്രയോൺ ആകാം, അതല്ല എങ്കിൽ പേപ്പർ കൊളാഷ് ചെയ്ത് ഈ ഒരു രൂപം വെട്ടിയൊട്ടിക്കുകയോ, ഒരു മരത്തിന്റെ രൂപം വെട്ടിയൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രവർത്തനവും കൂടെ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടും ക്ലാസ്സിൽ നൽകാവുന്നതാണ്, അല്ലെങ്കിൽ വീടുകളിൽ നൽകാവുന്നതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക. ഇവിടെ കളറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പടം വരച്ചിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറയാം. ഡ്രോയിങ് ആൻഡ് കളറിംഗ് എന്ന് പറയുന്നത് വരും, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേ രൂപം വെട്ടിവെക്കാൻ ചെറിയ തീയം മുറിച്ചില്ലാത്ത ഒരു കത്രിക നൽകിയാൽ അപകടം ഉണ്ടാവരുത്, അതും കൂടെ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ കത്രിക നൽകിയാൽ അവർക്ക് രൂപങ്ങൾ വെട്ടിവെക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് നടക്കാം. ആദ്യത്തെ ഭാഗം ഇത് ഒരല്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സെന്റൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്കോ വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം നല്ല രീതിയിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നവർക്കും അത്യാവശ്യം സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത്, നമ്മളിപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം കാണുന്നു. അപ്പം സാധാരണ ഒരു കുട്ടി എഴുതേണ്ടത് there is a bird എന്നുള്ള രീതിയിലെങ്കിലും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതിന് പറ്റാത്തൊരു കുട്ടി ബേർഡ്, ട്രീ, നെസ്റ്റ് തുടങ്ങിയ പദങ്ങൾ അവനെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, there is an orange color bird. ഇപ്പൊ ഇവിടെ there is a bird എന്നാണ് കുട്ടി എഴുതുന്നത്. there is a bird, അവിടെ ഒരു പക്ഷിയുണ്ട്. അപ്പൊ കുട്ടിയോട് ചോദിക്കുക, പക്ഷിയുടെ പ്രത്യേകത എന്താണ്? പ്രത്യേകത അവൻ പറയാറ്, ഞാൻ സ്മാൾ ബേർഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ there is a small bird എന്ന് എഴുതി കൂടെ എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത പറയാമോ? ആലോചിച്ചൊന്നും കിട്ടുന്നില്ല എങ്കിൽ പക്ഷിയുടെ കളർ എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കുക. വാട്ട്സ് കളർ ഓഫ് ദ ബേർഡ്? ഇറ്റ്സ് ഓറഞ്ച് കളർ. അപ്പോ there is an orange color small bird, അല്ലെങ്കിൽ there is a small bird with orange color എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, the bird is talking to the tree. ഇനി ആ കുട്ടി the bird is flying towards the tree എന്നോ the bird is flying എന്നോ എഴുതിയാൽ അത്രയും മതിയാകും. There is a nest hanging on the branch. It is a tall big tree. It's a big tall tree എന്നോ we can see face on the tree എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, the wind is whistling. ചൂളം അടിച്ചുകൊണ്ട് കടന്നു പോകുന്നു. or we can see the wind എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഈ വാക്കുകൾ പരിചയപ്പെടുത്തുക. ബേർഡ്, ട്രീ, വിൻഡ്, നെസ്റ്റ്, സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിപ്പിക്കുക. രണ്ടാമത്തെ ഭാഗക്കാർക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു സെന്റൻസ് ആക്കുക. there is a എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ here we can see. എല്ലാം ഒരേ പാറ്റേൺ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. this is, there is അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ഓരോ ജീവികളുടെയും പ്രത്യേകതകൾ എന്താണ്, നമുക്ക് അഡീഷണൽ കാര്യങ്ങൾ എഴുതാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. അപ്പൊ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ കഴിയും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അഡീഷണൽ ആയിട്ട് ഒരല്പം കൂടെ നല്ലതുപോലെ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ദ മദർ ട്രീ, ഇപ്പൊ ഇത് മദർ ട്രീ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആ സെന്റൻസിനെ കുറിച്ചല്ല എഴുതിയേക്കുന്നത്. ഇപ്പൊ ഒരു മരം ഈ ഒരു മരത്തിന് മാത്രം, ഹെഡിങ്ങിനെ മാത്രം, മദർ ട്രീ എന്ന് പറയുന്ന ഹെഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മദർ ട്രീ എന്ന് പറയുന്ന ഹെഡിങ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. മദർ ട്രീ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയും. 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അപ്പൊ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ കഴിയില്ല. വലിയ മരമായിരിക്കാമെന്ന് പറയാം, ഇച്ചിരി ഓൾഡ് ആയിരിക്കാമെന്ന് പറയാം. ഒരു ക്ലാസ്സിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും. അപ്പൊ നമ്മുടെ കുട്ടി എത്രത്തോളം ചിന്തിക്കുന്നു എന്നുള്ളതെങ്കിലും ഈ ഒരു വാക്കിൽ നിന്ന്, മദർ ട്രീ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ആലോചിക്കാവുന്നതാണ്. The mother tree is a very special tree in the forest. ഇത് കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയും അതിനോടൊപ്പം വേണമെങ്കിൽ എഴുതിയെടുക്കാം. വായിക്കാനാണ് കൂടുതൽ പ്രയോറിറ്റി, വായിക്കാനും കേൾക്കാനും. She is a very old and big. She is very old and big with strong branches and a thick trunk. നല്ല പ്രായമുണ്ട്.
ആൻഡ് ബിഗ് വളരെ വലുതാണ്. വിത്ത് സ്ട്രോങ് ബ്രാഞ്ചസ് ചില്ലകൾ. ആൻഡ് തിക് ട്രങ്ക് അതിന്റെ കൊമ്പാണ്, പ്രധാനപ്പെട്ട മെയിൻ ശാഖയാണ്. ദ മദർ ട്രീ ഹെൽപ്സ് ഓൾ അറൌണ്ട് ഹെർ. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും മദർ ട്രീ സഹായിക്കും. ബേർഡ്സ് ആൻഡ് അനിമൽസ് ലീവ് ഇൻ ഹെർ ബ്രാഞ്ചസ്, ലീവ് ഓൺ her branches and make their homes there. She gave them fruits, shelter and shade. ഇനി ആക്ടിവിറ്റി 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് 3 ഫസ്റ്റ് പേജിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. വേർ ആർ ദ സ്പാരോസ്, വാട്ട് ആർ ദേ ഡൂയിങ്, വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇന്നത്തെ വർക്കുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഡ്രായിങ് വരും, കളറിങ് വരും, സെന്റൻസ് ക്രിയേഷൻ വരും. സെന്റൻസ് ക്രിയേഷനിൽ തന്നെ 3 ഭാഗങ്ങളുണ്ട്. ലോവർ ആയിട്ടുള്ളവർക്ക്, അതിനോടൊപ്പം മീഡിയം ലെവലിലുള്ളവർക്ക്, ഏറ്റവും ഹയർ ലെവലിലുള്ളവർക്ക്. ഹയർ ലെവലിലുള്ളതിന്റെ ഉദാഹരണം കൂടെ അടുത്ത പേജിൽ ചേർത്തേക്കാം. അതിനുശേഷമായിരിക്കും വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.